പാവർട്ടി പള്ളി പെരുന്നാളല്ലടാ, നമുക്ക് രണ്ടാം കൂടെ പോയിട്ടൊന്ന് അടിച്ചു പൊളിക്കാം. വെടിക്കെട്ടും കഴിഞ്ഞ് നമ്മളിങ്ങനെ അവിടെയുള്ള ഫുഡ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ആദ്യം പോയ ഒരു കടയിൽ പാൻ കേക്ക്സ് കണ്ടു. പൊതുവേ പെരുന്നാൾക്ക് പാൻ കേക്ക്സ് ഉണ്ടാവാറില്ലല്ലോ, പക്ഷേ എനിക്ക് പാൻ കേക്ക്സ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അത് ഒരെണ്ണം ഓർഡർ ചെയ്തു. ചൂടുണ്ടായിരുന്നില്ല, ഓൾറെഡി പ്രിപ്പയർഡ് ആക്കി വെച്ചിരിക്കുന്നതായതുകൊണ്ട് ചൂടുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് പാൻ കേക്ക്സ് പൊതുവേ ഇഷ്ടമായതുകൊണ്ട് ഉള്ളൊരു ഇഷ്ടം, അങ്ങനെ ഭയങ്കര അടിപൊളിയല്ല, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ അടുത്ത ഓർഡർ ചെയ്തതാണ് മാജിക് എഗ് കുൽഫി. ഇതിന് മാജിക് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടോ, അതായത് അതാ ഒരു മെഷീനിൽ നിന്ന് ഇങ്ങനെ തന്നെ പൊന്തി വരികയായിരുന്നു. അപ്പോൾ അതിനാണ് ഒരു മാജിക് കുൽഫി എന്ന് പേരിട്ടെ. അപ്പോൾ ഈ മാജിക് കുൽഫി ഇങ്ങനെ പൊന്തി കഴിഞ്ഞതിന് ശേഷം നമുക്കത് മയോയിലും ടൊമാറ്റോ സോസിലും മിക്സ് ചെയ്ത് ഒരു പിങ്ക് സോസ് ആയിട്ടാണ് നമുക്കത് സെർവ് ചെയ്യണത്. എനിക്കത് ഇഷ്ടമായി. നമ്മൾ ആദ്യമായിട്ട് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫീൽ, പക്ഷേ ഭയങ്കര സോസി ആയിരുന്നു. പക്ഷേ ഇറ്റ്സ് ഗുഡ്. ഒരു 8/10 ഒക്കെ നമുക്ക് കൊടുക്കാം, അറ്റ്ലീസ്റ്റ് ഒരു ടൈം ഒക്കെ കഴിക്കാൻ പറ്റുന്ന. അടുത്തായിട്ട് നമ്മൾ മേടിച്ചത് എഗ് റോളാണ്. പൊതുവെ നമ്മൾ ചിക്കൻ റോളും വെജ് റോളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും എഗ് റോളിന് ആദ്യമായിട്ടാവും കേൾക്കണ്ടാവുക അല്ലേ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ, എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഈ എഗ് റോൾ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ പൊറോട്ടയിൽ എഗ്ഗും കൂടിയും വെച്ചിട്ട് റോൾ ചെയ്തെടുത്തിരിക്കുകയാണ്. സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഒണിയൻസ് കുറച്ച് കൂടുതലായിട്ട് തോന്നി. അതല്ലാണ്ട് ബാക്കിയല്ലാതെ ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങളിത് ആര് ഉദ്ഘാടനം ചെയ്യുന്നുള്ളതായിരുന്നു. അങ്ങനെ പറഞ്ഞപ്പോൾ സ്റ്റീവാനാണ് നമ്മളത് എഗ് റോൾ ആദ്യം കഴിച്ച് ഉദ്ഘാടനം ചെയ്തത്. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ലൈക്ക് ആദ്യമായിട്ടാണ് ഒരു എഗ് റോൾ കഴിക്കണേ. അതൊരു നല്ല ഒരു ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. നമ്മൾ സാധാരണ ഷവർമയെക്കാളും കുറച്ചുകൂടി ക്വാണ്ടിറ്റി ഒക്കെ ഉള്ള പോലെ നമുക്ക് തോന്നി. ഇറ്റ്സ് ഗുഡ്. ആക്ച്വലി ഇതിൻ്റെ അകത്ത് നൂഡിൽസും അവർ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. നൂഡിൽസും എഗ്ഗും അങ്ങനെ എല്ലാം കൂടെ. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഓർഡർ ചെയ്തത് നമ്മുടെ സ്പ്രിങ് പൊട്ടാറ്റോ ആണ്. നമ്മളത് പലയിടത്തും കണ്ടിട്ടുള്ള ഒരു സെയിം, പക്ഷേ ഇതിനുള്ളിൽ പൊട്ടാറ്റോൻ്റെ കട്ടി കുറച്ച് കൂടുതലായിരുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ ബൂസ്റ്റ് കുലുക്കിയും കരിമ്പ് ജ്യൂസൊക്കെ മേടിച്ച് കുടിച്ചായിരുന്നു. നമ്മളെല്ലാം പ്രാവശ്യം കഴിക്കാൻ കോളിഫ്ലവർ നമ്മൾ ഇപ്രാവശ്യം മേടിച്ചില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇപ്രാവശ്യത്തെ പാവർട്ടി വിശേഷങ്ങൾ. അപ്പോൾ നെക്സ്റ്റ് പാവർട്ടി പെരുന്നാൾ ഇനി കാണാം. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ.